ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഫ് മീഡിയ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഹുവാവി GT2 നമുക്ക് എങ്ങനെ കസ്റ്റം വാച്ച് ഫേസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചൈനീസ് ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചൈനീസ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രി എന്നുള്ളത് എപ്പോഴും ചൈന ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത് നിങ്ങളെ വാലിഡ് ജിമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അടുത്ത കോളത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്റ്റൈൻ കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യും. ഒബ്റ്റൈൻ കോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് നിങ്ങൾ ഈ മേലെ കൊടുത്തിട്ടുള്ള ഈ സെലക്ട് ദിസ് ഓർഡർ എന്ന് കാണുന്ന പോലെ ഈ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. 1 2 3 4 എന്നിട്ട് നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ പഴയ ഇൻ്റർഫേസിലോട്ട് തിരിച്ചു വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ഇമെയിൽ കോഡ് ഹുവാവി സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഇമെയിൽ കോഡ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡും അതേപോലെ തന്നെ നിങ്ങളൊരു റീകൺഫർമേഷൻ പാസ്വേഡും കൊടുക്കുക. ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമെയിൽ ID മുന്നേ ഹുവാവിൻ്റെ ഇതിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങളിവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങളിത് രജിസ്റ്റർ എന്നും കാണിക്കും. രജിസ്റ്റേർഡ് ആയി എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനി തന്നിട്ടുള്ള ഹുവാവി ഹെൽത്തിൻ്റെ ഒറിജിനൽ വെർഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഫോണിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഈ മേലെ കാണുന്ന ഹുവാവി ID പേയ്മെൻറ്റ് എന്നുള്ള ഇതിൽ നിങ്ങളെ ചൈനീസ് ID വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യുക. ഇതിന് മുന്നേ നിങ്ങൾ വേറെ ജിമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോഗൗട്ട് ചെയ്തിട്ട് വേണം ചൈനീസ് ID ലോഗിൻ ചെയ്യാൻ. ലോഗൗട്ട് ഇവിടെ താഴെ പോയാൽ കാണാൻ പറ്റും ലോഗൗട്ട്. എന്നിട്ട് ചൈനീസ് ID ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവാവി ഹെൽത്തിൻ്റെ ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. വേർഷൻ ഹെൽത്ത് 10.0.121. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യണം. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫോണ് എയറോപ്ലെയിൻ മോഡിലിടണം. ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് വേണം. ഫ്ലൈറ്റ് മോഡിൽ ഇടുക, വൈഫൈ ഓൺ ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. കുറച്ചൊരു സമയം എടുക്കും. ഏറെ ഒരു മിനിറ്റൊക്കെ എടുക്കാറുള്ളൂ. അതിൽ കൂടുതലൊന്നും എടുക്കില്ല. ഓക്കെ, ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ്, എഗ്രി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ സർവീസ് ഈ ഓപ്ഷനിൽ വന്നിട്ട് യുണൈറ്റഡ് കിങ്ഡമിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചൈന തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ചൈന. ഓക്കെ, നെക്സ്റ്റ്. വീഡിയോ കുറച്ചൊരു ലെങ്ത് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇത് കുറക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സായി പോയാൽ ഇത് സക്സസ് ആവില്ല. ഹലോ കൊടുക്കുക. ഹലോ ഹലോ ഹലോ. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു കാര്യം ചെയ്യുക. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യമാണ്. ന്യൂ വെർഷൻ ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. അപ്ഡേറ്റ് ഒരിക്കലും ചെയ്യരുത്. അപ്ഡേറ്റ് ചെയ്താൽ അത് വർക്കാവുന്നതല്ല. ലേറ്റർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത് ജസ്റ്റ് ഉള്ളിലൊന്ന് ക്ലിക്ക് ചെയ്യാതെ പോയിക്കോളും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ താഴെ കാണുന്ന ഡിവൈസിൽ വരിക. നിങ്ങൾ വാച്ചിനായിട്ട് ഇത് കണക്ട് ചെയ്യുക. സ്മാർട്ട് വാച്ച് GT2 പെയർ
ഹലോ പെയർ. ഓക്കെ. പെയർ. യെസ്. എസ്റ്റിമേറ്റ് എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. പെയർ. ഹലോ പെയർ. ഇതുപോലെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ പെയർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ അൺടിക്ക് ചെയ്യുക, കണ്ടിന്യൂസ് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ ഓണാക്കുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി കൊടുക്കുക, അലോ കൊടുക്കുക, ജസ്റ്റ് ബാക്ക് ചെയ്യുക, ഡൺ അടിക്കുക. ഓക്കെ. അലോ, വീണ്ടും അലോ, എല്ലാം അലോ കൊടുത്തിട്ട് GPS വേണേ ഓണാക്കുക. ഇനി ഓണാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാച്ച് ഫേസ് മോർ എന്നുള്ള ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാച്ച് ഫേസിൻ്റെ ഉള്ള ഈ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഡിസേബിൾ ഹുവായി തീം സർവീസ് ക്ലിക്ക് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും വാച്ച് ഫേസിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അലോ കൊടുക്കുക. വീണ്ടും ഈ 3 ഡോട്ടിലോട്ട് വരിക, അപ്ലോഡ് വാച്ച് ഫേസ് എന്ന് കാണാം, അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ നോട്ട് നിങ്ങൾ യെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വാച്ച് ഫേസുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് വാച്ച് ഫേസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഫേസുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു വാച്ച് ഫേസ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്, GM. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ എന്ന് വരും, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ചിൽ ഈ ഒരു വാച്ച് ഫേസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് കാണാൻ പറ്റുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് വീണ്ടും ബാക്ക് ചെയ്യാവുന്നതാണ്.